ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞത് കേട്ടോ. വൈകുന്നേരം പോസ്റ്റ് ചെയ്യലുണ്ടാവുക. പിന്നെ ഇന്നത്തെ ദിവസം അമ്മിണി കൊഴുക്കട്ടയോടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് അമ്മിണി കൊഴുക്കട്ട എന്ന് പറയും. പിന്നെന്താണ്, ഇന്നത്തെ എൻ്റെ ഒരു ദിവസമാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ടൊന്നും ഇല്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു ചേട്ടൻ കുറച്ച് ആടിനെയൊക്കെ കൊണ്ട് നടക്കുന്നത് മേയ്ക്കാൻ കൊണ്ടുവന്ന് ഞാൻ തോന്നുന്നു. പക്ഷെ അവിടെ പുല്ലൊന്നും ഇല്ലല്ലോ. എന്നാലും എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി, അങ്ങനെ വീഡിയോ എടുത്ത് വെച്ചു. പിന്നെ ഇന്ന് ഞാൻ എൻ്റെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുന്ന ദിവസമാണ്. ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞാൻ എൻ്റെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുക. എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസമാണ് ചേഞ്ച് ചെയ്യുന്നത് നല്ലത്. പിന്നെ പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ പൂച്ച, പട്ടി അതുപോലത്തെ നമ്മൾ റൂമിലൊക്കെ കയറി കളിക്കുന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം കൂടുമ്പോഴൊക്കെ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് ആരൊക്കെ പറയുന്ന വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി ബെഡ്ഷീറ്റ് അലക്കാനിടണം. ഇന്നലെ അലക്കിയിട്ടത് എടുക്കണം. എന്നിട്ട് കുറച്ച് നേരം ബുക്ക് വായിക്കുകയോ TV കാണുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പരിപാടി നോക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നേരം ബുക്ക് വായിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ വായിക്കുന്നത് ഫ്രാൻസിസ് സിറ്റിക്കോരെയാണ്, TD രാമകൃഷ്ണൻ്റെ. അങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുറത്തിങ്ങനൊരു കാഴ്ച കണ്ടത്. അവരവിടെ ചെടികളും മരങ്ങളൊക്കെ എക്സ്ട്രാ വളർന്നിട്ടുള്ളതൊക്കെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് വെക്കുകയാണ്, പ്രൂൺ ചെയ്ത് വെക്കുകയാണ്. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലത്തെ വാടാമല്ലി, അരളി എന്നൊക്കെ പറയുന്ന ചെടിയില്ലേ, പശു തിന്നിട്ട് പശു ചത്തുപോയി എന്ന് പറഞ്ഞാൽ ആ ചെടിയാണ്. അതവിടെ നിറയെ ഉണ്ട് കേട്ടോ. റോഡ് സൈഡിലൊക്കെ നന്നായിട്ട് പൂക്കളും ഉണ്ടാകും. എനിക്ക് തോന്നുന്നു ഇവരിങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ടാകും തോന്നുന്നു, നന്നായിട്ട് പൂക്കളുണ്ടാകുന്നത്. പിന്നെ വെയിലും ഉണ്ടല്ലോ, അങ്ങനെ അതൊക്കെ നല്ലോണം പ്രൂൺ ചെയ്ത് വെച്ച്. പിന്നെ ഈ വേസ്റ്റ് വരുന്ന ഇതൊക്കെ അവർ തന്നെ ക്ലീൻ ചെയ്ത്, കണ്ടോ ഈന്തപ്പനയുടെ ഓല കൊണ്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ ഒരു കണ്ടെയ്നറിൽ വേസ്റ്റൊക്കെ അവർ തന്നെ കൊണ്ടുപോയിക്കോളും. അപ്പോഴത്തേക്കും അലക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനതെടുത്ത് ഹാളിലാണ് ഇടുന്നത്. കാരണം എനിക്ക് വേറെ തുണി അലക്കാനുണ്ട്. അതുകൊണ്ട് ബെഡ്ഷീറ്റ് ഞാൻ ഹാളിൽ മറ്റേ ഒരു ടവൽ സ്റ്റാൻഡ് ഞാൻ എൻ്റെ ഹോം ടൂർ വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നു, അതിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ ഞാൻ അതിലങ്ങ് വിരിച്ചിടും. പിന്നെ ആ ജനലും കൂടെ തുറന്നിട്ടാൽ നല്ല കാറ്റുണ്ടാവും. പിന്നെ ഞാൻ കുക്കിംഗ് പരിപാടിയിലേക്ക് കിടന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിന് മുന്നേ ഒരു ചിക്കൻ പുലാവ് ഉണ്ടാക്കിയില്ലായിരുന്നു. അപ്പോൾ അന്ന് വാങ്ങിച്ച റൈസ് കുറച്ച് ബാക്കിയുണ്ട്, ചിക്കനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അല്ലാത്ത ദിവസങ്ങളിൽ നോർമൽ ചോറും പച്ചക്കറിയും മീൻ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയായി. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ കുറച്ച് ചിക്കൻ ലിവർ എടുത്തിട്ട് കുരുമുളകൊക്കെ ഇട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ രാത്രി അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാളത്തേക്ക് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള റൈസും കൂടെ കുതിർത്ത് വെക്കുകയാണ്. ഇഡ്ഡലി റൈസും ഉഴുന്നും കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കുതിർത്ത് വെക്കുകയാണ്. അപ്പോൾ രാത്രി അരച്ച് വെക്കാമല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ ഞാനത് മറന്നു പോകും. അത് കഴിഞ്ഞ് കുറച്ച് നേരം TV ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ അതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. കാരണം ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ആദ്യമായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യം ഞാൻ ഓർത്തില്ല. പിന്നെ ഞാനിത് വേസ്റ്റ് കളയാൻ താഴെ പോവുകയാണ്. ഇവിടെ വേസ്റ്റ് കളയാൻ ശരിക്കും സുഖം കേട്ടോ. പ്ലാസ്റ്റിക് ആണെങ്കിലും ഫുഡ് വേസ്റ്റ് ആണെങ്കിലും പിന്നെ പഴയ ഡ്രസ്സുകൾ, പിന്നെ എന്തെങ്കിലും കേടായ ഫർണിച്ചർ കാര്യങ്ങൾ, അതൊക്കെ അവിടെ കാണാറുണ്ട് വേസ്റ്റിന് ചുറ്റും. പക്ഷേ എല്ലാം രാവിലെ ആകുമ്പോഴത്തേക്ക് ക്ലീൻ ആയിട്ടുണ്ടാവും. രാത്രി ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു വണ്ടിയും ആൾക്കാരും വരും ക്ലീൻ ചെയ്ത് കൊണ്ടുപോകാൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വാടാമല്ലി, ആ ചെടി എന്ത് ഭംഗിയാണ് കാണാൻ. പക്ഷേ ഇപ്പോൾ തൊടാൻ തന്നെ പേടിയാണ്. ഇതൊന്നും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന പണികളൊന്നും അല്ല കേട്ടോ. അതിനിടയിലുള്ളതൊക്കെ ചുമ്മാ ഇരിക്കുന്നതൊക്കെ എന്തിനാ റെക്കോർഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്ന കാര്യങ്ങൾ മാത്രം എടുത്തത്. പിന്നെ ഞാനിത് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്, അയൺ ചെയ്യാത്തത് വേറെ, അയൺ ചെയ്തത് വേറെ, അങ്ങനെയൊക്കെ ചെയ്ത് വെക്കും. പിന്നെ സോക്സൊക്കെ ആണെങ്കിൽ ഞാൻ ഇതുപോലെ അങ്ങ് മടക്കി വെക്കും. അപ്പോൾ ഒരു പെയറിൽ ഒരെണ്ണം കാണാതാവുമോ എന്നുള്ളൊരിത് വേണ്ടല്ലോ, അങ്ങനെ അങ്ങ് ചെയ്ത് വെക്കും. അപ്പോൾ ഒരെണ്ണത്തിൽ സോക്സ്, ഒന്നിൽ ഇന്നേഴ്സ് അങ്ങനെ വേറെ വെക്കും, ടവൽസ് വേറെ വെക്കും. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ സുഖമാണ്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മത്രയാണ് കേട്ടോ. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. എത്ര പ്രാവശ്യം പോയാലും എനിക്കവിടെ മടുപ്പ് തോന്നാറില്ല. ഇതാണ് ഇവിടുത്തെ സുൽത്താൻ ഖാബൂസ് മോസ്ക്, ഏറ്റവും വലിയ പള്ളിയാണ് ഇവിടുത്തെ. നല്ല
നല്ല രസമാണ്. അതിൻ്റെ ചുറ്റുമുള്ള ചെടികളും കുറച്ചും കൂടെ കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കളുണ്ടാവും. പിന്നെ ഉള്ളിൽ എല്ലാ ദിവസമൊന്നും എല്ലാവർക്കും കയറാൻ പറ്റില്ല. ഏതൊക്കെ ദിവസങ്ങളിൽ കയറാൻ പറ്റും. ഞാനിതുവരെ ഉള്ളിൽ കയറിയിട്ടില്ല. ഇപ്പോൾ ചൂടൊക്കെ മാറി നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ മത്രയിൽ കുറച്ചും കൂടെ രസമായിരിക്കും. അവിടെ കടലും അതിനടുത്ത് തന്നെ ഒരു മത്ര സൂക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നാഷണൽ ഡേ ആയതുകൊണ്ടാണ് ഇത്രയും ഫ്ലാഗൊക്കെ. അങ്ങനെ ഞങ്ങൾ മത്ര എത്തി. അതുകൊണ്ട് ഷിപ്പൊക്കെ ഇവിടെ ഇപ്പം ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു ആ ഒരു ടൈമാട്ടോ, ചൂടൊക്കെ പോയതുകൊണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇന്നലെ ഷിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ഷിപ്പ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതുണ്ടോ പഴയ ബിൽഡിങ്ങുകൾ, പണ്ടത്തെ മസ്കറ്റ് ഇവിടെയായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നല്ല പണ്ടത്തെ മോഡലുള്ള വിൻഡോസും ബിൽഡിങ്ങുകളൊക്കെ. ഇവിടെ എപ്പോഴും തിരക്കായിരിക്കും കേട്ടോ. പാർക്കിംഗ് കിട്ടാൻ തന്നെ പാടാണ്. നമ്മൾ കുറേ അങ്ങോട്ട് പോയി, ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്ത് എന്നിട്ട് വേറെ സ്ഥലത്ത് പോയി പാർക്ക് ചെയ്തിട്ടൊക്കെയാണ് വന്നത്. എപ്പോഴും ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഏറ്റവും അറ്റത്തേക്ക് വന്നിട്ട് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങോട്ടൊക്കെ നല്ല തിരക്കാണ് അത്യാവശ്യം. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോയി. ഇവിടെ എന്തൊരു നീറ്റാന്ന് നോക്കിയേ, ഒരു പൊടി പോലും ഇല്ല. ഇവിടെ ഇപ്പം പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ട്. 5:30 ആകുമ്പോഴത്തേക്കും ഇരുട്ട് കയറാം. 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഇരുട്ടാവുന്നുണ്ട്. ഇവിടെ ഫ്ലാഗിൻ്റെ നിറം പോലെ തന്നെ അവിടെ വൈറ്റ്, ഗ്രീന്, റെഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ എന്തോ കോട്ടയെങ്ങാനാണ് അവിടെ. ഒമാനിലെ ചരിത്രത്തിന് നല്ല പ്രാധാന്യമുള്ള സ്ഥലമാണ് മത്ര എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് ഞാനൊന്നും പറയാത്തത്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഷിപ്പാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സൂക്കിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ മെയിനായിട്ട് ടൂറിസ്റ്റുകൾ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റിക് ഐറ്റംസാണ് ഉള്ളത്. കയറുമ്പോൾ തന്നെ നല്ല രസമാണ് കാണാൻ. എന്ത് വാങ്ങിക്കണം എന്ന് മനസ്സിലാവാത്ത രീതിയിൽ നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ടാവും. പിന്നെ യൂറോപ്യൻസ് അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ സീസണാണ്. അപ്പോൾ ഇവർ ഇന്ത്യൻസിനേക്കാളും ഇവർ കൂടുതലും അവരെയാണ് ഷോപ്പിലേക്ക് വിളിച്ച് കയറ്റുക. കാരണം അവരത്രയും പർച്ചേസ് ചെയ്യുമല്ലോ കാശ് നോക്കാതെ. ഇപ്പോൾ നമുക്കൊക്കെ ആണെങ്കിൽ ഒരു നാട്ടിലത്തെ 1000 രൂപയ്ക്ക് തരുന്നത് അവർക്ക് വേണമെങ്കിൽ 5000-ന് അവർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളവിടെ ഒരു കുന്തിരിക്കം വാങ്ങിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വടകരയുള്ള ആൾ തന്നെയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതാണ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ. അവർക്കൊരു 6 മാസമാണ് കറക്റ്റ് നന്നായിട്ട് കച്ചവടം ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ ഡൗൺ ആയിരിക്കും. പണ്ടത്തെ ഫോണൊക്കെ നോക്കി പലതരത്തിലുള്ള ലോക്കും കീയൊക്കെ. ഇത് കണ്ടപ്പോൾ എനിക്ക് ARM മൂവി ഓർമ്മ വന്നു. പല ഷേപ്പിലുള്ളതുണ്ട്. അപ്പോൾ അവിടെയുള്ള ചേട്ടൻ തന്നെ പറഞ്ഞു ഇവിടെ കുറേ നമ്മുടെ നാട്ടിൽ തന്നെ സെലിബ്രിറ്റീസൊക്കെ അധികം ആൾക്കാരും ഒമാനിൽ മസ്കറ്റിൽ വരുന്ന ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. നമ്മുടെ കുന്നിക്കുരു കണ്ടോ? ഇത് കണ്ടിട്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് എവിടെ പോയപ്പോൾ ഇത് കാണുന്നത്. നാട്ടിൽ പോലും കാണാനില്ല. ഇത് ബോഡി ലോഷനാണ്. ഇവരിങ്ങനെ വേറെ ബോട്ടിലാക്കിയിട്ട് ആവശ്യത്തിനുള്ളത് കൊടുക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മളിത് കുന്തിരിക്കം വാങ്ങിക്കുന്നത്. അതുപോലെ കുന്തിരിക്കത്തിൻ്റെ തന്നെ ഫേസ് വാഷൊക്കെ കണ്ടു. പിന്നെ ഈ ചെറിയ ബോട്ടിൽ, നല്ല അട്രാക്റ്റീവായിട്ടുള്ള ബോട്ടിൽ അവർ അത്തർ അവിടെ വലിയ ബോട്ടിലുണ്ടാകും. അപ്പോൾ അത് ഇതിലേക്ക് മാറ്റി കൊടുക്കും. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വാങ്ങിക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു. ഇതിപ്പോൾ വീട്ടിനടുത്തെത്താറായിരുന്നു. ഇവിടെ ഉള്ളൊരു സ്ട്രീറ്റ് ഫുഡൊക്കെ ഉള്ള സ്ഥലമാണ്. നമ്മുടെ നാട്ടിലെ തട്ടുകട പോലെ അടുപ്പിച്ച് ഇങ്ങനെ കുറേ കടകളുണ്ട്. ഇപ്പോൾ തണുപ്പും കൂടെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് കയറി. ഗ്രിൽഡ് ബീഫും ചിക്കനും അതുപോലെയാണ് മെയിനായിട്ടുള്ളത്. ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് പാഴ്സലും മേടിച്ച് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്തെ അത്രയും വെളിച്ചമുള്ളൂ. ബാക്കി എല്ലാവരുടെയും ഡിം ലൈറ്റാണ്. അതുകൊണ്ട് നല്ല ആംബിയൻസാണ് ഇരിക്കാനൊക്കെ. നിലത്തിരിക്കാനും ഉണ്ട്, ടേബിളും ഉണ്ട്.
ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങളധികം വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് വീട്ടിലേക്ക് പോയി. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഫ്രണ്ട്സും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചു. മറ്റേ അവിടെ നിന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ട് വിശപ്പൊന്നും മാറിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫേവറേറ്റ് പെളി മാണി ഷോ ഒക്കെ വെച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഥയൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ സ്ഥിരം പരിപാടി റമ്മിയൊക്കെ കളിച്ച് കുറച്ച് സമയം, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പോയി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ദിവസം. എല്ലാ ദിവസവും ഇതുപോലെയൊന്നും അല്ല കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം.